സബ്വൂഫർ ഫിൽട്ടർ ബോർഡ്, അതായത് സബ് പ്രീ ബോർഡ് ആൾട്ടർ ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് വസന്തിൻ്റെ സബ് ഫിൽട്ടർ ബോർഡാണ്, ജിടെക്കിൻ്റെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു വ്യത്യാസം കാണാം. രണ്ട് ബോർഡും സെയിം ബോർഡാണ്, പക്ഷേ ഒരു വ്യത്യാസം കാണാം. ആ വ്യത്യാസം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് ശരിയായിരിക്കാം. അതായത് ഇതിനകത്തുള്ള ഈ കപ്പാസിറ്ററും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആൾട്ടർ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് നിന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഉള്ള ചില സ്പെയറുകൾ മാറ്റിയിടുക. അതായത് ഒരു ഡിഫോൾട്ടായിട്ട് മിഡ് ബേസ് കൂടുതലായിട്ട് കിട്ടുന്ന രൂപത്തിലോ അങ്ങനെ ഒരു തരത്തിലാണ് ഒരുവിധം സബ്വൂഫർ ഫിൽട്ടർ ബോർഡ് എല്ലാം അസംബിൾ ചെയ്തിട്ടുണ്ടാവുക, ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അത് നമുക്ക് നമ്മളുടേതായ സബ്വൂഫറിന് വേണ്ടിയിട്ട്, നമ്മുടെ ബോക്സിന് വേണ്ടിയിട്ട്, നമ്മുടെ ആംപ്ലിഫയറിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ആൾട്ടർ ചെയ്തെടുക്കാം. ആൾട്ടർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള ചില പാർട്സ് മാറ്റിയിടുക. ആ മാറ്റിയിട്ടിട്ട് നമുക്ക് നമ്മളെ ആ സബ്വൂഫറിന് സൂട്ടബിളായ രീതിയിൽ വർക്കിംഗ് ആക്കുക. സ്മൂത്ത് ആക്കാം, ഹാർഡാക്കാം, മിഡാക്കാം, അങ്ങനെ ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം സ്മൂത്താണ്. അപ്പോൾ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഔട്ട്പുട്ടിൽ നമുക്ക് വോക്കൽ കയറി വരുന്ന, അതായത് ഒരുപാട് ഫിൽട്ടർ ബോർഡിൽ ഔട്ട്പുട്ടിൽ വോക്കൽ കയറി വരുന്നുണ്ട്. അപ്പോൾ അതിനും ഒരു ചെറിയ കാരണമുണ്ട്. അതിനും ഉള്ള ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം പറയാനുള്ളത്, നമുക്ക് ഇങ്ങനെയുള്ള സബ് ഫിൽട്ടർ ബോർഡിൽ ഇത് ഗെയിൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഗെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ലെവൽ, ഔട്ട്പുട്ട് ലെവൽ എത്രയാണോ കിട്ടുന്നത്, അതായത് ഇപ്പോൾ മാക്സിമം വോളിയം ഇട്ടാൽ തന്നെ നമുക്ക് നീറ്റായിട്ട് വർക്ക് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ലെവലിൽ നമുക്ക് ഗെയിൻ സെറ്റ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലൊരു ഫ്രീക്വൻസി ഇട്ടിട്ട് നമുക്ക് ഈ ഗെയിൻ ലെവൽ ആ ലെവലിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ലെവലിൽ കിട്ടും. പതറാത്തൊരു ലെവൽ, ഡിസ്റ്റോർഷൻ ഇല്ലാത്ത ലെവലിൽ നമ്മൾ ഏത് ആംപ്ലിഫയറിൽ ഏത് സബ്വൂഫർ കൊടുക്കുന്നോ അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഈ സബ്വൂഫർ ഫിൽറ്ററിന് പകരം നമുക്ക് ഇത് മറ്റൊരു സബ്വൂഫർ ഫിൽറ്ററാണ്. ഇതിനകത്ത് നമുക്ക് ഇവിടെ ഫ്രീക്വൻസി എന്നുള്ളൊരു പ്രീസെറ്റ് കാണാം. അപ്പോൾ ഈ പ്രീസെറ്റ് ഉപയോഗിച്ച് നമുക്ക് ആ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് ഗെയിനും ഇത് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മുടെ സൂട്ടബിളായ ഒരു ലെവലിലേക്ക് നമ്മുടെ ഔട്ട്പുട്ട് ലെവൽ കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കപ്പാസിറ്റേഴ്സും മറ്റും മാറ്റിയിട്ടിട്ട് നമുക്ക് വേണ്ട ലെവലിലേക്ക് കൂടുതൽ വെറൈറ്റി ആയ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഈ സബ് ഫിൽറ്റർ ഈ ടൈപ്പ് വസന്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കപ്പാസിറ്ററാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ അതിൽ ഡിഫോൾട്ടായിട്ട് ഉണ്ടാകുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് 474 ആണ് അതിൻ്റെ വാല്യൂ കാണിക്കുന്നത്. അപ്പോൾ ആ കപ്പാസിറ്റർ ഇട്ടുള്ള 474 ഇത് നോക്കിയാൽ ഇത് സെയിം ആണ് 474. അപ്പോൾ ആ 474 എന്നുള്ള വാല്യൂവിലാണ് ഉള്ളത്. അത് എത്ര നമ്പർ അതിൻ്റെ വാല്യൂ കപ്പാസിറ്റൻസ് എന്ന് വെച്ചാൽ 0.47 മൈക്രോഫാരഡാണ് അതിൻ്റെ കപ്പാസിറ്റൻസ് വരുന്നത്. അപ്പോൾ അത് മാറ്റിയിടുന്നതാണ് ആദ്യത്തെ പരിപാടി. അതായത് 474 പകരം ഇപ്പോൾ ഇതിലിട്ടുള്ളത് 394 ആണ്. അപ്പോൾ 394 കപ്പാസിറ്റർ 394J കപ്പാസിറ്റർ അതിലിട്ടുണ്ടെങ്കിൽ ആ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ 0.39 മൈക്രോഫാരഡാണ്. അപ്പോൾ 0.47 0.39 ഇറങ്ങി. അടുത്തത് നമുക്കിപ്പോൾ മാറ്റിയിട്ട് നോക്കാവുന്നത് ഒന്ന് ഈ ടൈപ്പ് 225J ഇട്ടാൽ, ഇപ്പോൾ ഇത് 225J കപ്പാസിറ്റർ നമ്മൾ ഇതിന് പകരം ഇടുകയാണെങ്കിൽ നമുക്ക് കിട്ടുക 2.2 മൈക്രോഫാരഡ് കപ്പാസിറ്റൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വളരെ കൂടിയ ടൈപ്പ്, അതായത് ഒരു മിഡ് ഫ്രീക്വൻസിയിലേക്കൊക്കെ പോകുന്ന രൂപത്തിലുണ്ടാവുക. നല്ല ഹാർഡായിട്ടുള്ള ബേസാണ് നമുക്ക് അവിടെ കിട്ടുക. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ സൂട്ടബിളാണ്. നിങ്ങളുടെ സബ്വൂഫർ ബോക്സിൻ്റെ ഫ്രീക്വൻസി ട്യൂൺഡ് അതിന് സൂട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നല്ല സൂപ്പർ വർക്കിംഗ് ആയിരിക്കും, നിങ്ങൾക്ക് സൂട്ടബിളായ വർക്കിംഗ് ആയിരിക്കും. കപ്പാസിറ്റൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഏരിയയിൽ നമ്മളിവിടെ ആഡ് ചെയ്യാമെന്ന് വെക്കുക. നമ്മൾ ഈ കപ്പാസിറ്ററിൻ്റെ സെയിം ഏരിയയിൽ നമ്മൾ ഈ കപ്പാസിറ്ററിൻ്റെ ലീഡ് വെച്ച് ഇങ്ങനെ സോൾഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കപ്പാസിറ്റൻസ് ഇരട്ടിക്കും. അതായത് അതിൻ്റെ കൂടെ ആഡ് ആവും. ഇതിപ്പോൾ 474ൻ്റെ കൂടെ നമ്മളിപ്പോൾ ഈ 155 ആഡ് ആവുകയാണെങ്കിൽ അത് അതിനനുസരിച്ചിട്ട് അവിടെ പാരലൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അതിൻ്റെ കൂടെ ആഡ് ആവും. അപ്പോൾ അത്രയും കപ്പാസിറ്റൻസ് വാല്യൂ ഇൻക്രീസ് ആവും. അതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ഹാർഡർ ബേസിലേക്കാണ് പോവുക. ഹാർഡ് ബേസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ബോക്സ് ട്യൂൺഡായിട്ടുള്ള ആ ഒരു ലെവലിൻ്റെ മേലെ ട്യൂൺഡ് ഫ്രീക്വൻസിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ഔട്ട്പുട്ട് ലെവൽ പോകുമ്പോൾ നമുക്ക് അവിടെ പതറിച്ച ഡിസ്റ്റോഷൻ അങ്ങനത്തെയൊക്കെയുള്ള അനുഭവപ്പെടും. ഇതെല്ലാം നമുക്ക് പ്രാക്ടിക്കലി ചെയ്ത് പരീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പിലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനത്തെ പ്രാക്ടിക്കലി വീഡിയോ. അപ്പോൾ അത് നിങ്ങൾക്ക് തൽക്കാലം നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, എക്സ്പെരിമെൻ്റലി ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ വർക്കിംഗ് കിട്ടും, വളരെ വെറൈറ്റി ആയ വർക്കിംഗ് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് കപ്പാസിറ്റർ കുറയ്ക്കണമെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഈ കപ്പാസിറ്റർ മാറ്റിയിട്ട് നമ്മളെ വാങ്ങിയ കപ്പാസിറ്റർ അവിടെ ഇടണം, സോൾഡർ ചെയ്ത് മാറ്റണം. അതല്ല നമുക്ക് കൂട്ടാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് അടിയിൽ സോൾഡർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഈ കപ്പാസിറ്റർ ഊരിയിട്ട് ആ കൂടിയ വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നല്ല വെറൈറ്റി ആയ സ്മൂത്ത് ബേസ് നമുക്ക് കിട്ടും. അതിൽ യാതൊരു സംശയമില്ല, പ്രൂവ്ഡാണ്. ഞാൻ പ്രൂവ് ചെയ്ത് തരാം, കുറച്ച് സമയത്തെ ഡിലേ കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യാം. പക്ഷേ അതിൽ ഈ ടൈപ്പ് നമ്മൾ വാങ്ങുന്നതെങ്കിലോ നമുക്ക് ഇതിനകത്ത് ലെവൽ ഫ്രീക്വൻസി ഉണ്ട്,
ഇത് മാറ്റിയിടാം. ഇതേപോലെ തന്നെ ഈ കപ്പാസിറ്റർ വാല്യൂ മാറ്റിയിട്ടിട്ട് നമുക്ക് ഈ ഫ്രീക്വൻസി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ വർക്കിംഗ് ആണ്. വളരെ റൈറ്റ് ആയിട്ട് എനിക്കിവിടെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്ര കറക്റ്റായിട്ട് പറയുന്നത്. ഇപ്പോൾ പ്രൂവ് ചെയ്ത് കാണിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ സബ്വൂഫറിൻ്റെ ബേസ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കൂടെ വരുന്ന ഒരു എഫക്റ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആവില്ല. അത് നിങ്ങൾ സ്വയം ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു സംശയമില്ല, ഗ്യാരൻറ്റിയോടുകൂടി ഞാൻ പറയാം. അത്ര ക്ലിയറാണ് സംഭവം. അത് ഇങ്ങനെയുള്ള ചില ബോർഡുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ആൾട്രേഷൻ നടക്കുള്ളൂ. അതല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് മറ്റ് ചില സർക്യൂട്ടുകൾ. ഇത് വളരെ സിമ്പിൾ സർക്യൂട്ടാണ്. ഇനി പറയാനുള്ളത് ഇങ്ങനെയുള്ള ബോർഡുകളിൽ വോക്കൽ കയറി വരുന്നത്. അപ്പോൾ ഇവിടെ കപ്പാസിറ്ററിൻ്റെയൊക്കെ ഈ കവർ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം നമുക്കത് മനസ്സിലാവാതിരിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കപ്പാസിറ്റർ മീറ്റർ വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ കപ്പാസിറ്റർ ഊരി ചെക്ക് ചെയ്താൽ നിങ്ങൾ സിമ്പിളായിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അത്രയും ആ ഒരു റേഞ്ചിലുള്ള വാല്യൂ തന്നെയാണ് ഇതിനൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഈ കാണുന്നതാണ് ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടിൽ ചെറുത് കാണുന്നത് ഈ കാണുന്നതാണ് ഔട്ട്പുട്ട്. അവിടെ ഔട്ട്പുട്ട് സബ് ഔട്ട് എന്ന് എഴുതി കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട്. ഈ കപ്പാസിറ്റർ വാല്യൂ മാറ്റിയിട്ടാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ടിലേക്ക് വോക്കൽ വരുന്നത്, അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള സബ്വൂഫർ ഫിൽറ്ററിൽ പ്രീ ബോർഡിൽ ഔട്ട്പുട്ടിൽ വോക്കൽ കയറി വരുന്നു, നൈസായിട്ട് കയറി വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ വാല്യൂ മാറ്റിയിടാം. വാല്യൂ കൂടുതൽ ഇട്ട് നോക്കുക. ഇതൊരു 100 മൈക്രോഫാരഡ് ആണെന്ന് വിചാരിക്കുക. ഉദാഹരണം, നിങ്ങളൊരു 220 കയറ്റി നോക്കുക, വ്യത്യാസം വരുന്നുണ്ടോന്ന്. അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നോക്കുക, അതായത് ഒരു 47 മൈക്രോഫാരഡിലേക്ക് ഇട്ട് നോക്കുക. അങ്ങനെ ഒരു എക്സാമ്പിൾ എന്ന നിലക്കാണ് ആ വാല്യൂ പറഞ്ഞത്. ആ വാല്യൂ ഇടാനല്ല. നിങ്ങൾ അതിനകത്തുള്ള ഔട്ട്പുട്ട് വാല്യൂ എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഔട്ട്പുട്ട് വാല്യൂ കാണാം, സബ് ഔട്ട്പുട്ട്. അപ്പോൾ ഇതിൽ ഔട്ട്പുട്ട് വാല്യൂ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 47 മൈക്രോഫാരഡ് 25 വോൾട്ടാണ് ഇതിനകത്ത് ഔട്ട്പുട്ടിലിട്ടുള്ളത്. അപ്പോൾ ടു സബ് ഔട്ട് എന്നുള്ള ആ ഏരിയയിൽ 47 മൈക്രോഫാരഡ് ആണുള്ളത്. നിങ്ങൾക്കത് മാറ്റി നോക്കാം. ഇങ്ങോട്ട് നിങ്ങൾക്കൊരു 10 മൈക്രോഫാരഡ്, ഒരു 22 മൈക്രോഫാരഡ്, അതുപോലെ 100 മൈക്രോഫാരഡ്, അങ്ങനെ ഓരോ വാല്യൂകൾ മാറ്റി നോക്കാം. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് അടിയിൽ സോൾഡർ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതിലൂടെ നിങ്ങൾക്ക് വെറൈറ്റി എക്സ്പീരിയൻസ് കിട്ടും. വളരെ സ്മൂത്തായിട്ട് വളരെ ബ്രാൻഡഡ് ലെവലിലേക്ക് നമ്മളെ സബ്വൂഫറിൻ്റെ പ്രീ സെക്ഷൻ ഔട്ട്പുട്ട് തരും. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ. പിന്നെ ഗെയിൻ കിട്ടാൻ നമുക്ക് ഇതിനകത്തുള്ള ഈ ഗെയിൻ ലെവൽ എല്ലാത്തിലും ഒരുവിധം പ്രീസെറ്റുകൾ ഇല്ലാത്ത ഒരു സബ്വൂഫർ ഫിൽറ്റർ ബോർഡ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗെയിൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഇൻപുട്ടിലുള്ള ഇൻപുട്ടിലുള്ള റെസിസ്റ്റർ, അതായത് ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് എന്ന് കണ്ടില്ലേ, ഈ ഇൻപുട്ട് എന്ന് കണ്ടോടത്തുള്ള ആ 2 റെസിസ്റ്റർ ഉണ്ട്. അത് രണ്ടും കൂടെ നമുക്കിവിടെ ഈ ഏരിയയിലേക്ക് വന്ന് ഒരു കപ്പാസിറ്റർ വഴി പോയിട്ട് ഒരൊറ്റ പോയിന്റിലേക്ക് ജോയിൻ്റ് ആവുക. അതായത് മോണോ ആക്കിയിട്ടാണ് നമ്മൾ IC കയറുന്നത്. അപ്പോൾ ഇവിടെ ആ റെസിസ്റ്റർ വാല്യൂ മാറ്റിയിട്ടാൽ നമുക്ക് ഗെയിൻ കൂടും എന്നുള്ളത് ചിലർ പറയുന്നത് കേട്ടു. പക്ഷേ ആ റെസിസ്റ്റർ വാല്യൂ മാറ്റിയിടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ റെസിസ്റ്റർ വാല്യൂ നമ്മൾ മാറ്റിയിടുമ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സിഗ്നൽ ഇതിലേക്ക് വരുന്നത് നമുക്ക് നേരെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനൽ സ്പീക്കേഴ്സിലൂടെ പോകണം. ആ പോകുന്നിടത്ത് ഈ വാല്യൂ കുറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആ ഔട്ട്പുട്ടിലൂടെ ഈ ഭാഗത്ത് ക്രോസ് ടോക്ക് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് നമ്മളെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനൽ വീഴും. ഇപ്പോൾ ലെഫ്റ്റ് ചാനൽ റൈറ്റ് ചാനലും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തെ കണക്ഷനും മറ്റേ ഭാഗത്തെ കണക്ഷനും കൂടി കുറച്ച് ചെറിയ തോതിൽ ലീക്കേജ് ആയിട്ട് നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്പീക്കേഴ്സിലൂടെ കേൾക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ വാല്യൂ കഴിയുന്നതും കുറച്ചിടാതിരിക്കുക, കൂട്ടിയിടാതിരിക്കുക. അത് അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്താൽ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ടുള്ള സബ്വൂഫർ ഫിൽറ്റർ ബോർഡിൻ്റെ എക്സ്പീരിയൻസ് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളെ കമൻസിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആർക്കും ഉണ്ടെങ്കിൽ അതും അറിയിക്കാം. നമുക്ക് അതിനെ പറ്റിയുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചെയ്യാം. അപ്പോൾ ആ സബ്വൂഫർ, ആ ഒരു വെറൈറ്റി സബ്വൂഫേഴ്സ് എനിക്ക് അവിടെ ആവശ്യമുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സബ്വൂഫറിൽ വെച്ചിട്ട് ഒരു ഫ്രീക്വൻസിയെ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. നമുക്കൊരു 2-3 സബ്വൂഫർ ഉണ്ടെങ്കിൽ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് മാറ്റിയിടുമുള്ള എക്സ്പീരിയൻസ് കിട്ടും. അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ കുറയ്ക്കുന്നതോടുകൂടി നിങ്ങളുടെ സബ്വൂഫർ ലെവൽ, അതായത് ഔട്ട്പുട്ട് ലെവൽ സ്മൂത്ത് ആവും. ഈ വാല്യൂ കൂട്ടുന്നതോടുകൂടി നിങ്ങളുടെ സബ്വൂഫർ ലെവൽ ഹാർഡാവും. അതേപോലെ തന്നെ ഈ തരം ഫ്രീക്വൻസി ലെവലുള്ള ടൈപ്പാണെങ്കിൽ നിങ്ങളിത് മാറ്റിയിടേണ്ട ആവശ്യമില്ല. നിങ്ങളെ സബ്വൂഫർ ട്യൂണിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാതെ ഫ്രീക്വൻസി ലെവൽ അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായ വർക്കിംഗ് കിട്ടും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.